ഒരുപാട് പേരൻസിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഒക്കെ ഒരു ഡ്രീം ആയിരിക്കും MBBS എടുക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ സീറ്റിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടോ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് അവർക്ക് ഇന്ത്യയിൽ പഠിച്ച് MBBS എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു ഓപ്ഷനാണ് MBBS അബ്രോഡ്. എജു വേൾഡിൻ്റെ MBBS അബ്രോഡ് ടീമിൻ്റെ ഹെഡായിട്ടുള്ള സുനിതയാണിത്. അപ്പം നമുക്ക് സുനിതനോട് തന്നെ ചോദിക്കാം, വൈ MBBS അബ്രോഡ്? ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെ നാട്ടിൽ ഏകദേശം 23-24 ലക്ഷം കുട്ടികളാണ് എക്സാം എഴുതുന്നത്, നീറ്റ് എക്സാം എഴുതുന്നത്. നമുക്ക് ഇന്ത്യയിൽ സീറ്റ് കിട്ടുന്നത് 1 lakh മാത്രമാണ്. അപ്പോൾ ബാക്കി റിമെയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഒന്നില്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റ് പോകും. കുറേ പേര് യുനാനി, ഹോമിയോ, ആയുർവേദം, നഴ്സിംഗ്, BDS. ഇനിയും കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും ആഗ്രഹം ഉണ്ടായിട്ടും റിപ്പീറ്റ് ചെയ്തിട്ടും 5 വർഷത്തോളമൊക്കെ റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ കുട്ടികൾക്കുള്ള ആ ഡ്രീം തീർക്കലാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് MBBS അബ്രോഡ് എന്നുള്ളൊരു സ്വപ്നം നമ്മൾ 2009 മുതൽ സ്റ്റാർട്ട് ചെയ്തത്. അബ്രോഡ് പോയി MBBS എടുത്ത് വരുന്ന ഒരു കുട്ടിക്ക് ഇന്ത്യയിൽ അത് വാലിഡ് ആണോ? ഉറപ്പായിട്ടും പല പാരൻസിൻ്റെയും കൺസേൺ ആണ് കേട്ടോ ഇത്. ഇപ്പം ഞങ്ങളുടെ മക്കൾ അബ്രോഡ് പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ ആ ഡിഗ്രിയുടെ വാലിഡിറ്റി ഉണ്ടോ എന്നവരെല്ലാവരും ചോദിക്കാറുണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ തന്നെ NMC, അതായത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞൊരു റൂൾ ഉണ്ട്. 4 റൂൾസ് ആണ് അതിൽ വരുന്നത്. ഒന്ന്, 5 വർഷത്തെ കോഴ്സും 1 year ഇന്റേൺഷിപ്പും ഉണ്ടായിരിക്കണം. പിന്നെ ആ രാജ്യത്തെ ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്തിരിക്കണം. പഠിച്ചിരിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആയിരിക്കണം. അതിനുശേഷം ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ ലൈസൻസിങ് എക്സാം കൂടി ക്ലിയർ ചെയ്താൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യാം. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ലൈസൻസിങ് എക്സാം വേണമെന്ന് പറഞ്ഞു, ആ എക്സാമിന്റെ ഒന്ന് സ്പെസിഫിക്കേഷൻസ് പറയാമോ? ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ലൈസൻസിങ് എക്സാം ആയിട്ട് വരുന്നത് ഇപ്പോ FMG ആണ്, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം എന്ന് പറയും. ഇനി വരാൻ പോകുന്ന എക്സാം നെക്സ്റ്റ് ആണ്. ഇപ്പൊ FMG നടക്കുന്നത് വർഷത്തിൽ 2 പ്രാവശ്യമായിട്ടാണ്, ഒന്ന് ജൂണും അല്ലെങ്കിൽ ഡിസംബറിലും ആണ് വരുന്നത്. അപ്പൊ ഇവിടുന്ന് മെയിൻ ആയിട്ട് MBBSന് ഏതൊക്കെ കൺട്രീസിലേക്കാണ് കുട്ടികൾ പോകുന്നത്? എനിക്ക് തോന്നുന്നു ഒരു പാരന്റിന്റെ ഏറ്റവും വലിയ ഡ്രീം അവരൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ വിടാന്നുള്ളതായിരിക്കും. USA അല്ലെങ്കിൽ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ, ഇതൊക്കെ ആയിരിക്കും. പക്ഷേ അവിടെ എത്തിപ്പെടാനുള്ള ഒരു പ്രോസസ്സിങ്, IELTS വേണം. ഫീസ്, ഒരു ഫീസ് വർഷം തന്നെ നമുക്കൊരു 35-45 ലക്ഷം 1 year ഫീസ് വരും. അപ്പൊ ഒരു 2 crore മേലെയാണ് വരുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരിക്കലും അതൊരു അഫോർഡബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു യൂറോപ്യൻ കൺട്രീസ് പഠിച്ചതിന് ശേഷം PG നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. അതൊരു വലിയ ഓപ്ഷനാണ്. നമ്മുടെ നാട്ടിലത്തെ അതേ മെറിറ്റ് CT ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന രാജ്യങ്ങൾ ജോർജിയ ഉണ്ട്, റഷ്യ ഉണ്ട്, മോൾഡോവ ഉണ്ട്, ബൾഗേറിയ ഉണ്ട്, ബോസ്നിയ ഉണ്ട്, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ കൺട്രീസിൽ തന്നെ സ്പെസിഫൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവുമല്ലോ? ഞങ്ങൾ മിനിമം ഒരു 20-അധികം യൂണിവേഴ്സിറ്റീസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ടോപ്പൊക്കെ ആയിട്ട് വരുന്നത് ഒരു മണിപ്പാൽ മലേഷ്യ വരുന്നുണ്ട്, ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി, മെഫി മോസ്കോ, മെഫി ഓബ്നിൻസ്കി, ഇമാനുവൽ ഖെൻഡ് ബാൾട്ടിക് ഫെഡറൽ യൂണിവേഴ്സിറ്റി, TSMU, ഗ്രൂണി, അങ്ങനെ ഒരുപാട്, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നുണ്ട്. അവിടെ പഠിച്ച കുട്ടികളുടെ കരിയർ ഓപ്ഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ സ്റ്റുഡൻസ് പാസ് ഔട്ട് ഉണ്ട്. മലയാളികൾ പഠിച്ച് പാസ്സായി ഇപ്പോൾ പല സ്ഥലങ്ങളും കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ട്. എബ്രോഡിലേക്ക് ലാബ് എഴുതി എബ്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു എന്താ പറയാ, ഒരു കോൺഫിഡൻസോടെ നമുക്കത് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിനെ അയക്കുമ്പോഴും അവർ പോയി പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഞാൻ അത് ക്ലോസ് ചെയ്ത് പറയുന്നത്, പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് അത് കറക്റ്റ് ആക്കാനും അത് കംപ്ലീറ്റ് ആക്കാനും അതിനുശേഷം ഇന്ത്യയിൽ വന്നും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. സോ ഇത്രയും വർഷം ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. എജു വേൾഡിന്റെ ഒരു പ്രൈം പ്രോഡക്റ്റിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഏനപ്പോയ KNU അല്ലെ? അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറയാം. ശരിക്കും പറഞ്ഞാല് എല്ലാവരുടെയും പ്ലാൻ B ആണ് MBBS അബ്രോഡ്. പ്ലാൻ A എപ്പോഴും ഇന്ത്യ തന്നെയായിരിക്കും. പക്ഷേ ഈ ഇന്ത്യയിൽ പഠിക്കുന്ന അതേ ഫെസിലിറ്റിയോടുകൂടി ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് KNU കൊടുക്കുന്നത്. അതായത് വേറെ ഒന്നുമല്ല, ഇന്ത്യൻ ഫാക്കൽറ്റി, ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ, എല്ലാം ഇന്ത്യൻ. ഈ ഒരു ഫെസിലിറ്റീസ് ഒന്നും ഒരു യൂണിവേഴ്സിറ്റിയും കൊടുക്കില്ല. അതേപോലെ തന്നെ സ്റ്റുഡൻസ് അബ്രോഡ് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് അവിടുത്തെ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഇംഗ്ലീഷ് ആയിട്ടൊന്ന് സെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. ഈ ഒരു പ്രശ്നം എനപ്പോയിൽ വരുന്നില്ല. പിന്നെ നമുക്കിവിടെ എനപ്പോയിൽ സീറ്റ് കിട്ടുമ്പോൾ വളരെയധികം എമൗണ്ട് വരുന്നുണ്ട്. പക്ഷെ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ, എനിക്ക് തോന്നുന്നു 30-35 lakhs 6 വർഷത്തെ കംപ്ലീറ്റ് ചെലവ് കിട്ടുക എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ്. ആക്ച്വലി നമ്മൾ KNU എന്ന് പറഞ്ഞപ്പോൾ അത് എവിടെയാണെന്ന് സ്പെസിഫൈഡ് ആയിട്ടില്ല. ഓക്കെ, ഇത് വരുന്നത് കിർഗിസ്ഥാനിലാണ് നമ്മുടെ ഇത് വരുന്നത്. ബിഷ്കെക്കാണ് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി വരുന്നത്. ക്യാപിറ്റലിൽ തന്നെയാണ് വരുന്നത്. ക്ലാസ് കംപ്ലീറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള, ഏറ്റവും നല്ല ലാബ് എല്ലാം കിട്ടുന്ന ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. എനിക്ക് തോന്നുന്നു ഇത് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞ് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇതിന്റെ ഹൈ പ്രൊഫൈലായിട്ട് നമുക്ക് മനസ്സിലാവുക. സോ പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തെന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നത്.
സോ MBBS എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നു PG എബ്രോഡും ജസ്റ്റ് ഡിഗ്രി നമുക്ക് നാട്ടിലും ചെയ്യാം എന്നുള്ളത്. ശരിക്കും അതൊരു തെറ്റിദ്ധാരണ തന്നെയാണ്. കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ, അതായത് നല്ല രീതിയിൽ ക്ലിനിക്സ് കിട്ടും. ഇന്ത്യയിൽ സീറ്റ് കിട്ടിയാൽ ഓക്കെ, ഏറ്റവും നല്ലതാണ്. കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഉറപ്പായിട്ടും ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്.